ഇതാണ് ലിഫ്റ്റ്. ചേച്ചിക്ക് നമ്മൾ വ്ലോഗ് എടുത്ത് ഇഷ്ടപ്പെട്ടിട്ടാണ്. കൊച്ചു നോക്കിയിട്ട് തിരിച്ചില്ല. ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി ഫുഡ് ഫെസ്റ്റ് ആണ്. ടെക്നിക്കലി ഇന്നത്തെ അല്ല, നാളത്തെ ആണ്. പക്ഷെ ഇന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ രാമേന്ദ്രയിൽ പോവാന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ സാധനം വേണമെന്ന് നമുക്ക് അതിന്റെ വിദഗ്ധയെടുത്ത് കേൾക്കാം. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങണ്ടേ ബ്രോ? എന്തൊക്കെ സാധനങ്ങൾ വേണം ബ്രോ? കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടെ ബ്രോ? എന്താണ് ബ്രോ നീയല്ലേ പറയുമെന്ന് പറഞ്ഞു? പാനിപൂരി, മല്ലിയില, മുളക്, സവാള, അങ്ങനെ കുറെ സാധനങ്ങൾ വേണം. അപ്പൊ ഈ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. നമ്മളിനി പോയിട്ട് രാമേന്ദ്രൻ കാണാം. നമ്മള് സവസുള്ളി വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. ആ കാണുന്നതാണ് അത്തക്കുളങ്ങര രാമേന്ദ്രൻ. നമ്മളിങ്ങനെ നടന്ന് വ്ലോഗ് എടുക്കുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കുമെന്നാണ് അനാമിക വിചാരിക്കുന്നത്. അനാമിക്ക് നോക്കാൻ വയ്യ, അപ്പൊ നാട്ടുകാരെ കാര്യം പറയണേ. എങ്കിലും നമുക്ക് നോക്കാം ഇതൊക്കെ ആവുമെന്ന് നോക്കാം. ഇല്ല കണ്ടന്റ് തരില്ല ഗൈസ്. അനാമിക്ക് ഒരു ചാനലുണ്ട്, എന്താണ് ആവൂസ് വ്ലോഗ്. സോറി, രാമേന്ദ്രന്റെ അകത്ത് എത്രത്തോളം വ്ലോഗിങ് അലോഡ് ആണെന്ന് എനിക്ക് അറിയണം. അത് പറ്റുന്ന പോലെ ഓഫീസിൽ പോയാണെങ്കിൽ 6 മണിക്ക് ഇത് കിട്ടിയാണ്. ഗൈസ്, പോത്തീസിലെ കേസരി നിർത്തി, അതുകൊണ്ടാണോ രാമേന്ദ്രൻ വന്നത്? അല്ല, അതുകൊണ്ടാണ് നമുക്ക് രാമേന്ദ്രൻ വന്നത്. അതെ, നമ്മളിവിടെ ഫസ്റ്റ് ഇയറിലെ പയ്യനുണ്ട്, പേര് പറഞ്ഞു നിരഞ്ജൻ. ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ വന്ന പയ്യനാണ്. ഇപ്പൊ വന്നപ്പോ തന്നെ നമ്മള് കുക്കിങ്ങിന് വേണ്ടി ഇറങ്ങി. നമ്മളെ പിള്ളേരെല്ലാം വൈവാണ്. ലിഫ്റ്റിനകത്ത് വ്ളോഗിങ് എല്ലാം ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ടുണ്ടോ? ഇല്ല, ഒരു ചാനലിൽ ഒരു കണ്ടന്റ് രഞ്ജന്റെ ഒരു ചാനലും കൂടി ഉള്ള നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മൊത്തം 5 വ്ളോഗേഴ്സ് ഉണ്ട്. നമുക്ക് ട്രോളിങ് എടുക്കാം. ആട്ട വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ഉള്ളി എടുക്കാം. നമുക്ക് നാളത്തെ അത്യാവശ്യ സാധനങ്ങൾ സവാള, ഉള്ളിയല്ല സവാള. സാധനം കൊള്ളാൻ കിട്ടും. 1 കിലോ ഉള്ളി 30 രൂപ. ഇല്ല, സിനിമ കാണിക്കുമല്ലോ. ഈ ചെറുക്കാൻ എന്താ ഈ ചീന തന്നെ നോക്കിയെടുക്കുന്നു. എന്താടാ കഷ്ടപ്പെട്ടിട്ട് ഒരു എടുത്ത് പറ്റിച്ചു. നല്ല പുറമെ നല്ലതായിരുന്നു. സവാള, അടുത്ത മുളക്. ഓണത്തിന് എത്ര? 150 രൂപ. ഇതിനോ? ജമന്തി, മഞ്ഞ ജമന്തി. സോറി ഗൈസ്, 15 രൂപ. പൂജം കൂടി പോയി. ഒരുപാട് പഴുത്ത 3 മതിയാ? ഉദ്ദേശിച്ചത് അല്ലല്ല, ഇതാണെങ്കിൽ അത് വേണ്ട. നിന്നെ കമ്മറ്റിക്ക് എടുത്തോളാം. ഇത് വേറെ വെറൈറ്റിയാണ്. ഇതാണ് പച്ചമുളക്. നമ്മൾ 10 രൂപയ്ക്ക് 100 ഗ്രാം കൊടുക്കും. ചോളം വേണം. പാനിപ്പൂരിക്ക് ചോളം വേണം. പാനിക്ക് ചോളം വലിച്ച് പൊളിക്കൊക്കെ ചെയ്യാൻ സാധനം ബഡ്ജറ്റ് നോക്കിയിട്ടുണ്ട്. ഗൈസ്, ബില്ലടിച്ചിട്ടില്ല. 18 വരെ ഉണ്ട്. ബ്രെഡ് കിട്ടി. ഇത് മതിയോ? ഇത് മതിയോ? വേറെ 40 50 55 വേണ്ടി നോക്കാം. എടുക്കണ്ട. വേണ്ടി നോക്കട്ടെ. ഞാൻ കെച്ചപ്പ് നോക്കാം. കൊച്ചു നോക്കിയിട്ട് തിരിച്ചില്ല. കൊച്ചു നോക്കണേ. കൊളങ്ങാട്ടി മോൻ കാണിക്കുന്നത് കുറവുണ്ട്. പക്ഷെ കാര്യമുണ്ട്. അപ്പൊ 2 വാങ്ങിയടിക്കുമ്പോ എത്ര രൂപയോ? അപ്പൊ ഇത് എടുക്കട്ടോ? 92 രൂപയാവില്ല. 10 രൂപ മാറ്റി വിടും മുട്ടായി. എടുത്തില്ലേ?
ഇപ്പൊ ഒരു അരമണിക്കൂർ എത്തും. പത്തിന്റെ അടുത്ത് 15 രൂപയ്ക്ക് നമുക്ക് വിൽക്കാം, അല്ല 20 രൂപയ്ക്ക് വിൽക്കാം. ഓ ശരി, മറ്റേ അല്ലേ? കൺസ്യൂമർ കോർട്ടില് ഇങ്ങനെ വെട്ടണം, വെട്ടിയിട്ടിനകത്ത് കുറച്ച് പച്ചക്കറി അരിഞ്ഞിട്ടെടുത്ത് ഗൈസ് മിച്ച ഉണ്ടെങ്കിൽ പ്രണവ് ബിസ്ക്കറ്റ് വാങ്ങാൻ നിൽക്കുകയാണ്. ഇത് കാണുന്ന കമ്മിറ്റി മെമ്പേഴ്സ്. ഞാൻ പറഞ്ഞു നമ്മളെ പച്ചക്കറി 20 രൂപ ഇട്ടിരുന്നു. പാനിപൂരിയുടെ പൂരി കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള സെറ്റാണ്. ബില്ലടിക്കാം. ബില്ല് എത്രയാന്ന് കാണിച്ചില്ല. ഫ്രീ കിട്ടി ഗൈസ്. ഇത് എത്ര ബില്ല് എത്രയാണ്? 296 രൂപയ്ക്ക് വാങ്ങിയപ്പോ ഫ്രീ കിട്ടുന്ന സാധനമാണ്. ആ ഫ്രീ ഒന്ന് കാണിച്ചെടുത്താണ്. ആ ഫ്രീ ഒന്ന് കാണിച്ചെടുത്ത കളിച്ചു കൈ കിട്ടും. ഗൈസ് അപ്പൊ നമ്മളെ നിരഞ്ജൻ ചലിക്കുകയായി. നിരഞ്ജൻ അനാമികയും പോവുകയാണ്. നമുക്കിനി ചാലയിൽ പോയി കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട്. അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ സുഹൃത്തി? ശുഭപ്രതീക്ഷ 100% മാറും. അതൊക്കെ നമ്മൾ പറയും, എന്നാലും അവസാനമല്ലെന്ന് നമുക്കറിയാം അല്ലേ? അതെ. അനുവേ വേടായോടി.